സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ RRBയുടെ 2018 വെച്ച് നടന്നിട്ടുള്ള അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ CBT 1 CBT 1 ആൻസർ കീ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ആൻസർ കീ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ റീസണിങ്ങാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കിനി ഇതിൽ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്കറിയാം, ഇത് ബോർഡ് മാസ് അല്ലെങ്കിൽ നമ്മൾ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ റീസണിങ്ങിൽ വരുന്ന ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് നമ്മുടെ റീസണിങ്ങിൽ വരുന്നതാണ്, അതായത് മിറർ ഇമേജ് ഒക്കെ വരുന്ന ആ ഒരു ടോപ്പിക്കാണ്. മിറർ ഇമേജ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഇമേജ് ഉണ്ടായിരിക്കും. 2 കോൺസെപ്റ്റും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എളുപ്പമുള്ള കാര്യം തന്നെയാണ്, പക്ഷേ നമുക്ക് തെറ്റുപറ്റാനും ചാൻസ് കൂടുതലാണ്. അതുപോലെ വീണ്ടും ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് ബോർഡ് മാസിൽ വരുന്ന രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതായത് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അതായത് 2018 ഈ ഒരു എക്സാം LPയുടെ CBT 1 എക്സാമിൽ ഞാൻ അറ്റൻഡ് ചെയ്തുള്ള എക്സാമാണ്. അപ്പോൾ ആ എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൻ്റെ ഒരു സീരീസൊക്കെ വരുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. വീണ്ടും നമ്മൾ നമ്മുടെ ബ്ലഡ് റിലേഷനിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഇതിന് മനസ്സിലായി നമുക്ക് നമ്മൾ ഏകദേശം ഈ ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. അപ്പോൾ 15 ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് ഏകദേശം 2 ക്വസ്റ്റ്യൻ നമ്മുടെ ബ്ലഡ് റിലേഷൻ എന്ന ടോപ്പിക്കിൽ നിന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സിംപ്ലിഫിക്കേഷനിൽ വരുന്ന ബോർഡ് മാസിലെ ക്വസ്റ്റ്യൻസും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ ആയിരിക്കും നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കാം. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് 3 ആൻഡ് പ്ലേസ് വാല്യൂ ഓഫ് 4 ഇൻ ദ നമ്പർ 30457. ഇപ്പം നമ്മൾ നമ്മുടെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നൊരു സിലബസിൽ വരുന്ന ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വ്യക്തമായിട്ടും പ്ലേസ് വാല്യൂവിനെ കുറിച്ചും അതുപോലെ തന്നെ ഫേസ് വാല്യൂവിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ നമുക്ക് ആ 2 കാര്യങ്ങൾ അറിയെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആൻസർ ശരിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ പ്രൊഡക്റ്റ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് 3. അപ്പോൾ 3ൻ്റെ ഫേസ് വാല്യൂ ആണ് പ്രൊഡക്റ്റ് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഫേസ് വാല്യൂ ഓഫ് 3 ആൻഡ് പ്ലേസ് വാല്യൂ ഓഫ് 4, ഇതിൻ്റെ പ്ലേസ് വാല്യൂ കാണണം. രണ്ടും നമ്മൾ പഠിച്ചാൽ ഓൾറെഡി ഫേസ് വാല്യൂ ഉണ്ട്, പ്ലേസ് വാല്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് കാണാം. അതായത് നമുക്കറിയാം 3ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 തന്നെ ആയിരിക്കും അല്ലേ? 3ൻ്റെ ഫേസ് വാല്യൂ പറഞ്ഞാൽ ശരിക്കും ഫേസ് വാല്യൂ ഉദ്ദേശിക്കുന്നത് ശരിക്കും ആ നമ്പറിനല്ലേ. അപ്പോൾ ഈ 5ൻ്റെ ഫേസ് വാല്യൂ പറഞ്ഞാൽ 5 തന്നെയാണ് 5ൻ്റെ ഫേസ് വാല്യൂ, അല്ലെങ്കിൽ 7ൻ്റെ ഫേസ് വാല്യൂ പറഞ്ഞാൽ 7 തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ വരുന്നത് പ്ലേസ് വാല്യൂ ആണ് അല്ലേ. പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയുന്നവരാണ്, ഇത് യൂണിറ്റ് ഡിജിറ്റാണ്, ഇത് പിന്നെ ടെൻസ് ഡിജിറ്റാണ്. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒറ്റ അല്ലേ, 10, 100, 1000, 10000 ആ സ്ഥാനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് പ്ലേസ് വാല്യൂവിനെ കൊണ്ട്. അപ്പോൾ 4ൻ്റെ പ്ലേസ് വാല്യൂ പറഞ്ഞാൽ എന്തായിരിക്കും? 4 നമുക്കറിയാം ഒറ്റ, 10, 100ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ 4 പ്ലേസ് വാല്യൂ പറഞ്ഞാൽ 400 ആണ്. 4ൻ്റെ പ്ലേസ് വാല്യൂ 400. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ പ്രൊഡക്റ്റ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് 3. ഇപ്പോൾ ഫേസ് വാല്യൂ ഓഫ് 3 പറയുമ്പോൾ 3 തന്നെയാണ്. പ്രൊഡക്റ്റ് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഫേസ് വാല്യൂ ഓഫ് 3 ആൻഡ് പ്ലേസ് വാല്യൂ ഓഫ് 4ൻ്റെ പ്ലേസ് വാല്യൂ നമുക്കറിയാം 400 ആണ്. അത് 400 എങ്ങനെ കിട്ടിയത്? ഇത് ഒറ്റ, ഇത് 10, ഇത് 100 ആണ്. അപ്പോൾ 4 × 100 നമുക്ക് 400 കിട്ടി. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ 3 × 400 ചെയ്യാൻ നമുക്ക് 1200 കിട്ടും. ഓപ്ഷൻ 3 ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു എക്സാമിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ CBT 1 എക്സാം കഴിയുമ്പോഴും അതുപോലെ തന്നെ അല്ലേ, CBT 1 കഴിയുമ്പോഴും അതുപോലെ CBT 2 ഉണ്ടായിരിക്കും. പിന്നെ CBAT ഉണ്ട് അല്ലേ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ്, ഓൺലൈൻ കോഴ്സ് നമ്മുടെ ചാനൽ വഴി അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് വഴി കൊടുക്കുന്നുണ്ട്. ആപ്പിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, സാപ്പിയൻസ് അക്കാദമിയാണ്. സാപ്പിയൻസ് അക്കാദമിയുടെ ചാനൽ വഴി അല്ലെങ്കിൽ ആപ്പ് വഴി നമ്മുടെ RRB JEE
മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ RRB ALP അതുപോലെ വരാൻ പോകുന്ന RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെയൊക്കെ ഓൺലൈൻ കോഴ്സ് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് അല്ലെങ്കിൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ CBT 1 കഴിഞ്ഞാൽ നമുക്ക് അറിയാം, അതായത് റെയിൽവേയുടെ എക്സാമിനൊക്കെ അല്ലെ നമ്മൾ RRB എന്ന് പറയുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ ഒരുപാട് പേര് എക്സാം എഴുതാറുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു കേരള PSC പോലെ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു 1 ഡേനെ കൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് മൊത്തം എക്സാമും കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സാധാരണ ഇതിൽ ഒരു 2-3 മാസം എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, മൊത്തം എക്സാം CBT 1 എക്സാം മൊത്തം കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. അതിൻ്റെ അർത്ഥം അത്രയും ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലേ. നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാമാണ്. അപ്പോൾ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും ഒന്നുണ്ടായിരിക്കും എക്സാം സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. എല്ലാ സ്റ്റേറ്റിലെ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രത്തോളം ആപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ അത്രത്തോളം എക്സാമുകൾ എന്ത് ചെയ്യണം, അത്രത്തോളം ആളുകൾക്ക് ഒരു ദിവസം കൊണ്ട് എക്സാം നടത്താനുള്ള ഒരിക്കലും പോസിബിൾ അല്ല. സോ എന്ത് ചെയ്യും നമ്മൾ, അല്ലെങ്കിൽ RRB എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏകദേശം 2-3 മാസത്തോളം എന്തായിരിക്കും കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. അതിലും അത്രയും ഓരോ ദിവസം നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, നമുക്ക് നമ്മൾ ഓരോ അപ്ലൈ ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യും, ഓരോ സമയത്ത് എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ്. അതായത് ഒരു ദിവസം തന്നെ 3 അല്ലെങ്കിൽ 4 ഷിഫ്റ്റ് എക്സാം ഉണ്ടാകാറുണ്ട്. അതായത് രാവിലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ 8 മണിക്ക് ഒരു ഷിഫ്റ്റ് ആണെങ്കിൽ പിന്നെ അടുത്ത ഷിഫ്റ്റ് 10 മണിക്ക് അല്ലെങ്കിൽ 9:30 പിന്നെ 12 മണിക്കാവും, പിന്നെ 3 മണിക്ക്, അങ്ങനെ 4 ഷിഫ്റ്റൊക്കെ വെച്ചാണ് ഓരോ ദിവസം എക്സാം ഉണ്ടാകുള്ളത്. അതിൻ്റെ അർത്ഥം ഒരു ദിവസം തന്നെ എത്രയും ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യ ഒട്ടുക്കും നടക്കുന്ന എക്സാമുകളല്ലേ. അപ്പം ഒരു ദിവസം അത്രയും ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏകദേശം 2-3 മാസം എക്സാം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കണം, അത്രയും കോമ്പറ്റീഷനുള്ള ഒരു പോസ്റ്റിലേക്കാണ് നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ഇപ്പോൾ CBT 1 എക്സാമിന് നമുക്ക് എന്ത് ചെയ്യും, എല്ലാ ഷിഫ്റ്റും അതുപോലെ തന്നെ എല്ലാ സ്റ്റാർട്ട് ചെയ്ത പ്രകാരമുള്ള എല്ലാ അപ്ലൈ ചെയ്ത എല്ലാ ആൾക്കാരും എക്സാമിന് എന്ത് ചെയ്യും, പിന്നെ 1-2 ആഴ്ച എന്ത് ചെയ്യും, CBT 1 ആൻസർ കീ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ലോഗിൻ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ള ആൻസർ കീ നമുക്ക് എന്ത് പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു PDF സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു PPT ഉണ്ടാക്കിയുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ മുന്നേ പറഞ്ഞ പോലെ ഇവിടെ ക്വസ്റ്റ്യൻ്റെ ID നമ്പർ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിരിക്കുന്നോ ഇല്ലയോ എന്ന് കാണിക്കുന്നതാണ്. പിന്നെ ചൂസ് ആൻ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഓപ്റ്റ് ചെയ്തുള്ള ആൻസറാണ് കാണുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എക്സാമിന് 3ാമത്തെ ഓപ്ഷൻ 3 ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. സോ എന്താണ്, അതുപോലെ തന്നെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ആൻസർ കീ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കോർ നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ റീസണിങ്ങിൽ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അതായത് ഫിഗർ കൗണ്ടിങ് ആണ്. ഓക്കെ, ഫിഗറിലെ ട്രയാങ്കിൾസ് ഒക്കെ കൗണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ വഴി ഇതിൻ്റെ ക്ലാസ്സുകളും ഒരുപാട് നമുക്ക് ഓൾറെഡി നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ആപ്പ് വഴി മോക്ക് ടെസ്റ്റും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് സീരീസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം പർച്ചേസ് ചെയ്യാം, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, സെലക്ട് ദ ഓപ്ഷൻ റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഫോളോയിങ്. അപ്പോൾ താഴെ 4 ഓപ്ഷനിലായിട്ട് ഇതിനകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസിൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ആ ഓപ്ഷൻ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്കിതിനൊരു ഷോർട്ട് മെത്തേഡൊക്കെ പഠിക്കാണ്ട്. അതായത് ജസ്റ്റ് നമ്മൾ ഈ ഫിഗർ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വലുതാക്കി വരയ്ക്കാം. അല്ലേ, നമ്മുടെ ഫിഗറിൽ ക്വസ്റ്റ്യനിൽ കാണുന്ന ഏകദേശം അല്ലേ, ഇങ്ങനെയാണ് ഫിഗർ ഏകദേശം ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നേയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടോപ്പിക് സബ്ജക്റ്റ് ഈ ഒരു നമ്മുടെ റീസണിങ്ങിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഫിഗർ കൗണ്ടിങ് ഒക്കെ. അപ്പോൾ നമ്മുടെ ഫിഗർ കൗണ്ടിങ് ക്ലാസ് കണ്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിളിലെ, അതായത് ജസ്റ്റ് മാറ്റി വരയ്ക്കാം, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര ട്രയാങ്കിൾ വെച്ച് നമുക്ക് എങ്ങനെ ആൻസർ പറയാൻ പറ്റും, കാണിക്കാം. അതായത് ഇതൊരു ട്രയാങ്കിളാണ് അല്ലേ, അതുപോലെ ഇതൊരു ട്രയാങ്കിളാണ്, അതുപോലെ ഈ വലുതും ഒരു ട്രയാങ്കിളാണ്. അപ്പം മൊത്തം അതിൻ്റെ അകത്ത് അങ്ങനെ ഫിഗറിൽ മൊത്തം 3 ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ നോക്കാം, നമുക്ക് അതുപോലത്തെ ഇങ്ങനെയുള്ള ഇതിപ്പോൾ ജസ്റ്റ് കളർ മാറ്റാം അല്ലേ. ഇങ്ങനത്തെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ കണക്കിൽ എന്ത് ചെയ്യാം, 4 × 3 നമുക്ക് 12. അപ്പോൾ തന്നെ നമുക്ക് 12 ട്രയാങ്കിൾ ഓൾറെഡി കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ആ പറഞ്ഞ കോൺസെപ്റ്റിൽ നമുക്ക് 3 ട്രയാങ്കിൾ വെച്ച് 12 ട്രയാങ്കിൾ കിട്ടി. ഇനിയും നമുക്ക് ഇൻവിസിബിൾ ആയിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത കുറച്ച് ട്രയാങ്കിൾസ് ഉണ്ട്. അതായത് നമ്മൾ
ഈ ട്രയാങ്കിൾ ഇങ്ങനെ കണക്കൂട്ടി അതിൽ 3 എണ്ണം, ഇതിൽ 3 എണ്ണം, ഇതിൽ 3 എണ്ണം, ഇതിൽ 3 എണ്ണം. അപ്പോൾ നമ്മൾ മൊത്തം 4 × 3 12 പറഞ്ഞു അല്ലേ. നമുക്കിവിടെ 12 കൗണ്ട് ചെയ്യാം. പ്ലസ് ഇനി നോക്കാം, നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, ഇങ്ങനെ ട്രയാങ്കിൾ ഉണ്ട്, വലിയ ട്രയാങ്കിൾ. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെയും ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ കൂടെ 2 എണ്ണം കൂടി ആഡ് ചെയ്യാം. 1 2. അതുപോലെ ഇവിടെ നോക്കുക, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, വലിയ ട്രയാങ്കിൾ അല്ലേ. അതുപോലെ ഇങ്ങനെയും ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ 12ഉം 2ഉം 14ഉം 2ഉം 16ആയി. ഓക്കെ, 16ആയി മൊത്തം ഇപ്പോൾ 16ആയി. ഇനിയും നമ്മൾ കാണാത്ത ട്രയാങ്കിൾസ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ഇതും പറഞ്ഞു നമ്മളിനി വരുന്നത് ഇത് കൗണ്ട് ചെയ്തു, ഇത് കൗണ്ട് ചെയ്തു, ഇത് കൗണ്ട് ചെയ്തു, ഇത് കൗണ്ട് ചെയ്തു. അതുപോലെ ഇതും കൗണ്ട് ചെയ്തു. ഇനി വരുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഫിഗർ കംപ്ലീറ്റ് വരച്ചിട്ടില്ലല്ലേ, താഴേക്കും കൂടി ഉണ്ടല്ലോ. നമ്മുടെ ഈ ഭാഗം നമ്മൾ വരച്ചിട്ടില്ല അല്ലേ, ഇതും കൂടി വരയ്ക്കാനുണ്ട്. ഓക്കെ, നമ്മളത് ഒരു കൗണ്ടിങ്ങിൽ എണ്ണം കുറവ് വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ എക്സ്ട്രാ എത്ര കൂടി വരും, അതും കൂടി വരുമ്പോൾ ഈ ഇതിനകത്ത് മൊത്തം 3 എണ്ണം അല്ലേ. അപ്പോൾ 12ഉം 16ഉം 3ഉം ഇപ്പോൾ 19 മൊത്തം ഇപ്പോൾ 19 ആയിട്ടോ, 19ആയി. ഇനി നമുക്ക് കൗണ്ടുകൾ ഏതൊക്കെയാണ്, ഇതാ ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും. ഓക്കെ, അപ്പോൾ 19ഉം 2ഉം 21. ഓക്കെ, ഇപ്പോൾ മൊത്തം 21 ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒന്ന് സ്ലോ ആയത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഫിഗർ കംപ്ലീറ്റ് വരയ്ക്കാത്ത കാരണം കൗണ്ട് കിട്ടില്ലല്ലേ, നമ്മൾ അവസാനം ഈ ഭാഗം വരച്ചില്ലായിരുന്നു. അപ്പം ഇത് വരുന്ന കാരണം പിന്നെ അഡീഷണൽ 3 വന്നു, പിന്നെ ഇത് വന്ന കാരണം ഇങ്ങനെ 1 വന്നു, ഇങ്ങനെ 1 വന്നു, മൊത്തം ഒരു 5 അഡീഷണൽ വന്നു. അപ്പോൾ മൊത്തം 21 ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഭയങ്കര നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ലോജിക്കലി നമുക്ക് എണ്ണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന പൈപ്സ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. 2 pipes can okay 2 pipes can fill an empty tank in 1.2 and 2 hours. 2 പൈപ്പിന് എന്ത് ചെയ്യാം, ഒരു എംറ്റി ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് ഒന്നിന് 1.2 മണിക്കൂറും രണ്ടാമത്തെ പൈപ്പിന് 2 hours വേണം റെസ്പെക്റ്റീവ്ലി. വൈൽ എ തേർഡ് വൺ ക്യാൻ ഡ്രെയിൻ ദ ഫിൽഡ് ടാങ്ക് ഇൻ 1.5 hours. എന്നാൽ മൂന്നാമതായിട്ടൊരു ഡ്രെയിൻ പൈപ്പും കൂടി ഉണ്ട്, അതിന് എന്ത് ചെയ്യാൻ പറ്റും, 1.5 മണിക്കൂറിനെ കൊണ്ട് കംപ്ലീറ്റ്ലി ഫില്ലായിട്ടുള്ള ടാങ്കിനെ എംറ്റി ചെയ്യാൻ കഴിയും. ഇവിടെ മൊത്തം 3 പൈപ്പുണ്ട് അല്ലേ. പിന്നെ പറഞ്ഞു, ഇഫ് ദ ഔട്ട്ലെറ്റ് പൈപ്പ് വാസ് ക്ലോസ്ഡ് 12 minutes ബിഫോർ ദ ടാങ്ക് ഗോട്ട് ഫിൽഡ്. എന്ത് ചെയ്യുന്നു, ഔട്ട്ലെറ്റ് പൈപ്പ് എന്ത് ചെയ്യുന്നു, ടാങ്ക് ഫുള്ളായിട്ട് ഫില്ലാവുന്നതിൻ്റെ 12 മിനിറ്റ് മുന്നേ എന്ത് ചെയ്യുന്നു, ഔട്ട്ലെറ്റ് പൈപ്പ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തെ പൈപ്പായിട്ടുള്ള ഔട്ട്ലെറ്റ് പൈപ്പ് ക്ലോസ് ചെയ്യുന്നു. ഹൗ മെനി ഹവേഴ്സ് സിൻസ് ദ ബിഗിനിങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു ഫിൽ ദ ടാങ്ക്. അങ്ങനെയാണെങ്കിൽ എത്ര സമയമായിരിക്കും തുടക്കം തൊട്ട് ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ മീനിങ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ പൈപ്സ് ആൻഡ് സിസ്റ്റംസ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം, നമുക്കിതിന് ഈസി മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ഇവിടെ 3 പൈപ്പുണ്ട്, നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ 3 ഇങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ 3 ലൈൻസ് വരച്ചാൽ മതി അല്ലേ. ഇതൊരു പൈപ്പ്, ഇത് 2 പൈപ്പ്, ഇത് മൂന്നാമത്തെ പൈപ്പ്. അതായത് ഒരു പൈപ്പിന് 1.2 hours വേണം ഫില്ല് ചെയ്യാൻ, പിന്നെ രണ്ടാമത്തെ പൈപ്പിന് 2 hours വേണം. ഇപ്പോൾ മൂന്നാമത്തെ പൈപ്പ് പറഞ്ഞാൽ ഡ്രെയിൻ പൈപ്പാണ്, അതിന് 1.5 മണിക്കൂറിനെ കൊണ്ട് നമുക്ക് അതിനെ എംറ്റി ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കാണെങ്കിൽ കളർ മാറ്റി എഴുതാം പെട്ടെന്ന് മനസ്സിലാകാനായിട്ട്. അതിന് 1.5 hours വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ പിന്നെ പറഞ്ഞുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാക്കി പറഞ്ഞപ്പോൾ ഇഫ് ദ ഔട്ട്ലെറ്റ് പൈപ്പ് വാസ് ക്ലോസ്ഡ് 12 minutes ബിഫോർ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ മിനിറ്റിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 1.2നെയും 2നെയും 1.5 എന്ത് ചെയ്യാം, നമുക്ക് മിനിറ്റിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് 1.2 hours ആണെങ്കിൽ നമുക്കറിയാം 1.2 × 60 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കത് മിനിറ്റിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ഒരു മണിക്കൂറിനെ നമുക്ക് മണിക്കൂറിലേക്കൊക്കെ എന്ത് ചെയ്താൽ മതി, 1 × 60 60 മിനിറ്റ് കിട്ടും. അതുപോലെ 1.2 ഹവേഴ്സിനെ മണിക്കൂറൊക്കെ എന്ത് ചെയ്യുക, × 60 ചെയ്യുക. അപ്പോൾ നമുക്ക് 72 അല്ലേ 72 മിനിറ്റ് കിട്ടും.
അതുപോലെ 2 ഹവേഴ്സ് പറഞ്ഞാൽ 120 മിനിറ്റാണ്. ഇവിടെ എഴുതാം 72 മിനിറ്റ്, ഇത് 120 മിനിറ്റ്. അതുപോലെ 1.5 മണിക്കൂർ പറഞ്ഞാൽ നമുക്കറിയാം 60, 30, 90 മിനിറ്റാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഡ്രെയിൻ പൈപ്പ് അതുകൊണ്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ മൈനസ് സൈൻ കൊടുക്കാം കേട്ടോ. മൈനസാണ് അത് ഡ്രെയിൻ ചെയ്യുന്ന പൈപ്പ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എന്താ മൈനസ് സൈൻ കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ പൈപ്പ്സ് ആൻഡ് സിസ്റ്റംസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ എന്ത് ചെയ്യും, നമ്മൾ ഈ 3 വാല്യൂസിൻ്റെയും LCM നമ്മൾ ഫൈൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് LCM ഫൈൻഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അതായത് നമുക്ക് ആലോചിച്ച് മനസ്സിലാവും 72ൻ്റെയും 90ൻ്റെയും 120ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 360 ആണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 360 ആയിരിക്കും. അതായത് നമുക്കിവിടെ എന്ത് ചെയ്യാം, ടോട്ടൽ ഫില്ല് ചെയ്യാനുള്ള ആ ഒരു കൗണ്ട് എന്ന് പറഞ്ഞാൽ 360 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും. എന്ത് ചെയ്യും, 72 360/72 നമുക്ക് പൈപ്പ് 1ൻ്റെ എഫിഷ്യൻസി കിട്ടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പൈപ്പ് ആൻഡ് സിസ്റ്റംസിൽ പഠിക്കുന്നതിൻ്റെ സ്റ്റെപ്പുകൾ 1 by 1 ആയിട്ട് ഇതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ 360/72 നമുക്ക് 5 കിട്ടും. ഈ 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ പൈപ്പ് 1ൻ്റെ എഫിഷ്യൻസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ പൈപ്പിൻ്റെ എഫിഷ്യൻസി ആകുമ്പോൾ എന്ത് ചെയ്യാം, 360/120 ചെയ്യാൻ നമുക്കറിയാം 3 കിട്ടും. പൈപ്പ് 2ൻ്റെ എഫിഷ്യൻസി 3 ആണ്. പിന്നെ പൈപ്പ് 3ൻ്റെ മൂന്നാമത്തെ പൈപ്പിൻ്റെ എഫിഷ്യൻസി 360/90 ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 4 കിട്ടും. അതായത് പൈപ്പ് 3ൻ്റെ ഡ്രെയിൻ പൈപ്പിൻ്റെ എഫിഷ്യൻസി 4 ആണ്. അതിൻ്റെ അർത്ഥം നമുക്കവിടെ -4 കൊടുക്കാവുന്നതാണ് അല്ലേ, മൈനസ് ആയി കാണിക്കാം. കാരണം ഈ പൈപ്പ് 1ഉം 2 എന്താണ്, ഇത് ടാങ്കിലേക്ക് ഫില്ല് ചെയ്യുന്ന പൈപ്പ്. അത് ടാങ്ക് നിറയ്ക്കുന്നു, ഇതെന്ത് ചെയ്യുന്നു, ടാങ്കിൽ നിന്ന് പുറത്തേക്കാണ് വെള്ളത്തിന് ഒഴുക്കി വിടുന്നത്. ഓക്കെ, അതിപ്പോൾ ടാങ്കിനെ കാലിയാക്കുന്ന എംപ്റ്റി ചെയ്യുന്ന പൈപ്പാണ്. അപ്പോൾ നമുക്കതിന് മൈനസ് എന്ന് പറയാം. അതായത് നമ്മൾ പൈപ്പ്സ് ആൻഡ് സിസ്റ്റംസിൽ പഠിച്ച പോലെ തന്നെ അറ്റ് എ ടൈമിൽ അല്ലേ, 1 മിനിറ്റ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും 1 മിനിറ്റിൽ നമ്മുടെ ഈ 3 പൈപ്പും ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണ്, 1 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, പൈപ്പ് 1 5 ക്വാണ്ടിറ്റി ഫില്ല് ചെയ്യും, പൈപ്പ് 2 3 ക്വാണ്ടിറ്റി ഫില്ല് ചെയ്യും. എന്നാൽ പൈപ്പ് 3 എന്ത് ചെയ്യുന്നു, 4 ക്വാണ്ടിറ്റി ഡ്രെയിൻ ചെയ്യുകയാണ് ചെയ്യുക അല്ല. അതിൻ്റെ അർത്ഥം നമുക്കറിയാം 3 പൈപ്പും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരുമിച്ച് ഓപ്പൺ ചെയ്താൽ പൈപ്പ് 1 5 ഫില്ല് ചെയ്യും, പൈപ്പ് 2 3 ഫില്ല് ചെയ്യും. പക്ഷേ പൈപ്പ് 3 4 പുറത്തേക്ക് ഒഴുക്കിവിടും. അപ്പോൾ 5 3 8 8 - 4 4, അതായത് എഫക്റ്റീവില് 4 ക്വാണ്ടിറ്റി ആയിരിക്കും ഫില്ലാവുന്നുണ്ടായിരിക്കുക. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പൈപ്പ്സ് ആൻഡ് സിസ്റ്റംസിൽ നമ്മൾ പഠിക്കുന്നില്ല. ഈ ഒരു സെയിം ഏകദേശം നമ്മൾ സെയിം കോൺസെപ്റ്റാണ് നമ്മൾ ടൈം ആൻഡ് വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുക വെച്ചാൽ, ഇഫ് ദ ഔട്ട്ലെറ്റ് പൈപ്പ് വാസ് ക്ലോസ്ഡ് 12 minutes ബിഫോർ ദ ടാങ്ക് ഗോട്ട് ഫിൽഡ്. ഓക്കെ, അതായത് ടാങ്ക് ഫില്ലാവുന്നതിൻ്റെ 12 മിനിറ്റ് മുന്നേ ഔട്ട്ലെറ്റ് പൈപ്പ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ പറഞ്ഞു, 2 pipes can fill an empty tank in 1.2 and 2 hours respectively, while a third one can drain the filled tank in 1.5 hours. If the outlet pipe was closed 12 minutes before the tank got filled, how many hours since the beginning did it take to fill the tank? Okay. അതായത് ഈ 3 പൈപ്പും കൂടി നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം അറ്റ് എ ടൈമിൽ ഓപ്പൺ ചെയ്ത് വെച്ച് സംഭവിക്കുക എന്തായിരിക്കും, എഫക്റ്റിൽ 4 ക്വാണ്ടിറ്റി ആയിരിക്കും ഫില്ലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞത് വെച്ചാൽ ടാങ്ക് ഫില്ലാവുന്നതിൻ്റെ 12 മിനിറ്റ് മുന്നേ എന്ത് ചെയ്തു, ബിഫോർ ടാങ്ക് ഗോട്ട് ഫിൽഡ് ദ ഔട്ട്ലെറ്റ് പൈപ്പ് ക്ലോസ് ചെയ്തു അല്ലേ. ടാങ്ക് ഫില്ലാവുന്നതിൻ്റെ 12 മിനിറ്റ് മുന്നേ എന്ത് ചെയ്തു, ഔട്ട്ലെറ്റ് പൈപ്പ്, അതായത് ഡ്രെയിൻ ചെയ്യുന്ന ഈ മൂന്നാമത്തെ പൈപ്പ് എന്ത് ചെയ്യുന്നു, അത് ക്ലോസ് ചെയ്തു പറഞ്ഞാൽ അത് അടച്ചു വെച്ചു. അടയ്ക്കുമ്പോൾ എന്തായിരിക്കും, പിന്നെ പുറത്തേക്ക് വെള്ളം എന്തെയില്ല, പുറത്തേക്ക് ഒഴുകി പോകില്ല. എന്തേ ഉള്ളൂ, ബാക്കിയുള്ള 2 പൈപ്പ് അകത്തേക്കാണ് പിന്നെ ഫില്ല് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, 12 മിനിറ്റ് മുന്നേ ആ ടാപ്പ് അല്ലെങ്കിൽ ആ പൈപ്പ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എന്താ അറിയണം, എത്ര മിനിറ്റ് കൊണ്ടാണ് ഈ 3 പൈപ്പും കൂടി ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ടാങ്ക് ഫില്ലാവുക എന്ന് അറിയണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 3 പൈപ്പും ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്കറിയാം എഫിഷ്യൻസി പറഞ്ഞാൽ 5 + 3 - 4 = നമുക്ക് 4 കിട്ടില്ല. 5 3 8 8 - 4 4, അതായത് 1 മിനിറ്റ് കൊണ്ട് 4 ക്വാണ്ടിറ്റിയാണ് ഫില്ലാവുക. ടോട്ടൽ ക്വാണ്ടിറ്റി 360 ആണ് അല്ലേ. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് 4 ക്വാണ്ടിറ്റി ഫില്ലാകുമ്പോൾ 360 ക്വാണ്ടിറ്റി ഫില്ലാൻ എത്ര സമയം വരും, 90 മിനിറ്റ് വേണ്ടിവരും. കാരണം എന്താണ്, 90 × 4 ചെയ്താൽ നമുക്ക് 9 4 36 360 കിട്ടും. അതിൻ്റെ അർത്ഥം 3 പൈപ്പും അറ്റ് എ ടൈമിൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ 90 മിനിറ്റിനെ കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, ടാങ്ക് ഫില്ലാവുക. ഓക്കെ, നോട്ട് ചെയ്യുക, മനസ്സിലാക്കുക, 90 മിനിറ്റിനെ കൊണ്ടാണ് എന്ത് ചെയ്യുക, ടാങ്ക് ഫില്ലാവുക. എന്നാലും നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞു ഈ 90 മിനിറ്റ് നമ്മൾ കണ്ടെത്തിയ കാര്യമാണല്ലേ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്,
ഇഫ് ദ ഔട്ട്ലെറ്റ് പൈപ്പ് വാസ് ക്ലോസ്ഡ് 12 minutes ബിഫോർ. അതായത് 90 മിനിറ്റ് വേണം, മൂന്നും ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചാൽ 90 മിനിറ്റ് വേണം മൊത്തം ഫില്ലാവാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്തു, 12 മിനിറ്റ് മുന്നേ എന്ത് ചെയ്യണം, ഔട്ട്ലെറ്റ് പൈപ്പ് ക്ലോസ് ചെയ്തു. അതിൻ്റെ അർത്ഥം 90ൻ്റെ 12 മിനിറ്റ് മുന്നേ പറഞ്ഞാൽ, അല്ല 90 മിനിറ്റ് 12 നമുക്ക് 78, അതായത് 78 മിനിറ്റ് ആയപ്പോൾ എന്ത് ചെയ്യണം, പൈപ്പ് സി പിന്നെ ക്ലോസ് ചെയ്യണം അല്ലേ. പൈപ്പ് സി ക്ലോസ് ചെയ്യാൻ പിന്നെ എന്ത് ചെയ്യില്ല, പൈപ്പ് സി വഴി എന്ത് ചെയ്യില്ല, പുറത്തേക്ക് വെള്ളം ഒഴുകി പോവില്ല. അതിൻ്റെ അർത്ഥം പൈപ്പ് 1ഉം പൈപ്പ് 2 മാത്രമാണ് വർക്കിംഗ്, അതായത് ഓപ്പൺ ആക്കി വെച്ചുള്ളത്. അതിൻ്റെ അർത്ഥം പൈപ്പ് 1 5 ക്വാണ്ടിറ്റി അകത്തേക്ക് ഫില്ല് ചെയ്യും, പൈപ്പ് 2 3 ക്വാണ്ടിറ്റി 3 ക്വാണ്ടിറ്റി അകത്തേക്ക് ഫില്ല് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു മിനിറ്റിൽ 5 + 3 8 ക്വാണ്ടിറ്റി ഫില്ലാവും അല്ലേ. അപ്പോൾ നമുക്കറിയാം 78 മിനിറ്റിനെ കൊണ്ട് എത്ര ഫില്ലായിട്ടുണ്ടായിരിക്കും, ഇനി ബാക്കി ഫില്ലാവുണ്ടായിരിക്കുക. നമുക്കറിയാം 78 × 4 അല്ലേ, 8 × 4 32 2 3 7 4 28 3 31, അതായത് 312 ക്വാണ്ടിറ്റി ഇപ്പോൾ ഫില്ലായി അല്ലേ. കാരണം 5 + 3 8, എഫിഷ്യൻസി നോക്കുമ്പോൾ 5 3 8 8 - 4 4, 3 പൈപ്പും ഓപ്പൺ ആക്കി വെച്ചാൽ 78 മിനിറ്റിനെ കൊണ്ട് 312 ക്വാണ്ടിറ്റി ആയിരിക്കും ഫില്ലായി ഉണ്ടായിരിക്കുക. ശരിക്കും നമുക്കറിയാം 312 ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ബാലൻസ് എത്രയുള്ളത് അല്ലേ, 312 ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ 360 അല്ലേ. അപ്പോൾ അതിൽ 312 ക്വാണ്ടിറ്റി ഇപ്പോൾ ഫില്ലായി അല്ലേ. ഇനി എന്ത് ചെയ്യണം, ബാക്കി 360 ആക്കണം, എന്ത് വേണം, ബാക്കി 48 ക്വാണ്ടിറ്റിയും കൂടി ഫില്ലാക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം 48 ക്വാണ്ടിറ്റി ഫില്ലാക്കണം എത്ര സമയം വേണ്ടി വരും. ഇനി നമുക്കറിയാം ഈ 2 പൈപ്പ് മാത്രം വർക്ക് ചെയ്യുമ്പോൾ ഒരു മിനിറ്റിൽ 5 + 3 8 ക്വാണ്ടിറ്റി ഫില്ലാവും അല്ലേ. നമുക്കിനി ഫില്ലാക്കാനുള്ളത് 48 ക്വാണ്ടിറ്റിയാണ്. ഒരു മിനിറ്റിൽ 8 ക്വാണ്ടിറ്റി ഫില്ലാക്കുമ്പോൾ 48 ക്വാണ്ടിറ്റി ഫില്ലാക്കാൻ എത്ര സമയം വരും, 48/8 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കറിയാം 6 കിട്ടും അല്ലേ. അതിൻ്റെ അർത്ഥം ഇനി 6 മിനിറ്റും കൂടി എന്ത് ചെയ്യുക, 2 പൈപ്പും കൂടി ഓപ്പൺ ആക്കിയിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ ടാങ്ക് കംപ്ലീറ്റ് ആയിട്ടും ഫില്ലാവും. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായി വിചാരിക്കുന്നു. അതിൻ്റെ അർത്ഥം നേരത്തെ 78 മിനിറ്റ് എന്ത് ചെയ്തു, നമ്മുടെ 3 പൈപ്പും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി എന്ത് ചെയ്യണം, 78 + 6 84 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ആ ടാങ്ക് ഫില്ലാവാൻ തുടക്കം തൊട്ട് എത്ര സമയം വേണ്ടി വരും, ഈ ആദ്യം കണ്ടതിലുള്ള 78 മിനിറ്റും പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടെത്തിയുള്ള 8 മിനിറ്റും കൂടി കൂട്ടുമ്പോൾ 6 മിനിറ്റും കൂടി കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, 78 + 6 നമുക്ക് 84 മിനിറ്റാണ് ആൻസർ കിട്ടുക. ഓക്കെ, 84 മിനിറ്റാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ 84 മിനിറ്റ് എന്ന് പറയുമ്പോൾ അല്ലേ, 84 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനെ മണിക്കൂറിലേക്കൊക്കെ എന്തായിരിക്കും വരിക, 1 മണിക്കൂറും 1 ഹവറും 24 മിനിറ്റുമാണ് അല്ലേ. 1 മണിക്കൂറും 24 മിനിറ്റുമാണ്. അപ്പോൾ ഇവിടെ അപ്രോക്സിമേറ്റ്ലി ആൻസർ വരിക 1.3 നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. 1.1 അല്ല, 1.4 അല്ല, 1. അതായത് 84 മിനിറ്റ് പറയുമ്പോൾ 84/60 ചെയ്താൽ മതി അല്ലേ. നമുക്ക് കറക്റ്റ് മിനിറ്റിലേക്ക് ആക്കാനായിട്ട്, മണിക്കൂറിലേക്ക് ആക്കാനായിട്ട് ഇവിടെ 30, ഇവിടെ 42, ഇവിടെ 5, ഇവിടെ 7, 7/5 ചെയ്താൽ നമുക്ക് അറിയാം, 7/5 ചെയ്താൽ 1 5 5 20 5 2 20 4 5 20. ശരിക്കും കറക്റ്റ് ആൻസർ ശരിക്കും വേണ്ടത് നമുക്ക് 5 6 30 42 7/5 1.4 ആണ് ശരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരേണ്ടത്. പക്ഷേ ഇതിൽ ആൻസർ കീ പ്രകാരം 1.3 ആണ് കാണിച്ചത്. പക്ഷേ നമുക്ക് റൈറ്റ് ആൻസർ 1.4 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈപ്പ്സ് ആൻഡ് സിസ്റ്റംസിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു തരുന്ന സമയത്ത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതൊക്കെ സ്പീഡിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആ LCM എടുക്കാനൊക്കെയുള്ള ലോജിക്ക് നമുക്ക് അറിയാമെങ്കിൽ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി വരുന്ന അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.